ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു പാറ്റേണും ഇല്ലാതെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ ഒരു വി നെക്കിലാണ് ചെയ്തെടുക്കാൻ പോണേ. അപ്പം നമ്മളൊരു വി നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത വി നെക്കിനാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് റെഡ് കളർ എടുത്തേക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ റെഡ് കളറിൽ വൈറ്റ് ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഇതേ സമയം വൈറ്റ് കളറിൽ നിങ്ങൾക്ക് റെഡ് ബീഡ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചെറിയ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് അത്ര നല്ലൊരു വൈറ്റ് കളർ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ കട്ട് ബീഡ്സ് തന്നെ എടുക്കുകയും ചെയ്യണം. നമ്മൾ എടുത്തേക്കുന്നത് നോർമൽ നീഡിൽ നമ്പർ 12 ആണ്. ബീഡ്സ് വർക്ക് ആയതുകൊണ്ടാണ് നോർമൽ നീഡിൽ നമ്പർ 12 എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു വീറ്റ് പാറ്റേണും അതിൻ്റെ പുറത്തേക്ക് നമുക്ക് എത്ര ഗ്യാപ്പിലാണോ ഈ ഒരു ഡിസൈൻ വരേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ അത്രയും ഗ്യാപ്പിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്യുന്നുള്ളൂ, വേറെ ഒരു വർക്കും നമ്മൾ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പാറ്റേണും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പം ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിസൈനാണിത്. നിങ്ങൾക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വർക്കാണിത് കേട്ടോ. നമുക്ക് ഇതേ ഡിസൈൻ തന്നെ കൈകളിലും ചെയ്ത് കൊടുക്കാം, രണ്ട് സ്ലീവിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് എത്ര ഗ്യാപ്പിലാണ് ആ ഒരു ഡിസൈൻ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ബീഡ്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കയ്യിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കുറച്ച് ഏറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ഡിസൈനാണിത് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഈവൻ നിങ്ങൾക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട മറ്റെന്തെങ്കിലും ഒരു ഡിസൈനാണ് ചെയ്യേണ്ടതെങ്കിലും ആ ഒരു കളറിന് സൂട്ട് ചെയ്ത് പോകുന്ന ബീഡ്സ് എടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണിത്. ഇതൊരു ബൊട്ടീക്ക് ഡിസൈനാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണല്ലേ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ എന്നോട് ഒരുപാട് പേര് പറയാറുള്ള കാര്യമാണ്, കമൻസ് ആയിട്ടും അല്ലാതെ മെസ്സേജായിട്ടും, ചേച്ചി പാറ്റേൺ വരയ്ക്കാൻ അറിയത്തില്ലെന്ന്. അപ്പോൾ പാറ്റേൺ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മൾ തന്നെ ഒത്തിരി ഈസി ഡിസൈൻസ് കാണിച്ചിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഇട്ടിരുന്ന വീഡിയോയും ഇതേപോലെ തന്നെ ഒരു പാറ്റേണും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബൊട്ടീക്ക് ഡിസൈൻ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ നോർമൽ നീഡിൽ കൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. അതുമാത്രമാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗി ഔട്ട്ലുക്ക് തരുന്ന നല്ല ഭംഗി വരുന്ന ഡിസൈൻസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മളിതുപോലെ ഗ്യാപ്പ് വരാതെ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ബീഡിന് പകരം ചെറിയ ഷുഗർ ബീഡ്സ് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. പിന്നെ ഷുഗർ ബീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടി സമയം വേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു കളറിലുള്ള ബീഡാണ് എടുത്തേക്കണമെന്ന് പറഞ്ഞല്ലോ. ഇതിലും കുറച്ചുകൂടി ചെറിയ ബീഡ് നിങ്ങൾക്ക് കട്ട് ബീഡ്സ് വൈറ്റ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ കട്ട് ബീഡ്സ് തന്നെ എടുക്കണം. എൻ്റെ കയ്യിൽ നല്ല വൈറ്റ് കളർ ബീഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കട്ട് ബീഡ്സ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് വെക്കാതിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനും കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്കിലേ ഒരു ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല. അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. നിങ്ങൾക്കിനി വി നെക്കിലല്ല മറ്റേത് നെക്കിലാണെങ്കിലും, റൗണ്ട് നെക്കാണെങ്കിലും സ്ക്വയർ നെക്കാണെങ്കിലും അതിൽ നിങ്ങൾക്ക് എത്ര ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ വരേണ്ടത് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അതുപോലുള്ള ഡിസൈൻസ് വേറെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിൽ വരുന്നൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് അയച്ചു തരണം. ഞാൻ തീർച്ചയായിട്ടും അത് വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തുന്നതുമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്, നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അല്ലെങ്കിലും അവരുടേതായ രീതിയിലുള്ള ഡിസൈൻസ് ഒരുപാട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമാണ് അത് കാണുമ്പം. എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഫോട്ടോസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയച്ചു തരാനായിട്ട് മടിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ്, ഇതുപോലെ വീഡിയോസ് ചെയ്യാനും, അല്ലെങ്കിൽ വീഡിയോസല്ല എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്കൊക്കെ അത് ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് ഉപകാരപ്പെടും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എത്ര ഭാഗത്താണോ നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത് അത്രയും ഭാഗവും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണേ.
നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പം ഇനി കുറച്ച് ദിവസത്തേക്കെല്ലാം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. അത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്കിപ്പോഴും ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്യും. എല്ലാ ഫോട്ടോസും എല്ലാ ഡിസൈനും നമ്മൾ ട്രൈ ചെയ്ത് കാണിക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബൊട്ടിക് ഡിസൈൻസും നമുക്ക് നോർമൽ നീഡിലുകൊണ്ട് ചെയ്യാവുന്ന വർക്കുകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഔട്ട്ലുക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ആയിട്ടും ഡിസൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പേൾ ബീഡ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. റെഡ് ആണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല കിട്ടുമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ഡിസൈൻ അല്ലേ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്